തൃശൂർ കോർപ്പറേഷനിലെ വനിതാ സംവരണ വാർഡായ കണ്ണംകുളങ്ങര ഡിവിഷനിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പ്രചരണം രണ്ടാം ഘട്ടം പിന്നിടുന്നു. ബിരുദാനന്തര ബിരുദധാരികളായ 3 പ്രമുഖ മുന്നണികളിലെ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. നിലവിൽ പള്ളിക്കുളം ഡിവിഷൻ കൗൺസിലറായ UDFിലെ സിന്ധു ആൻഡോ ചാക്കോള, ഒരു ദശാബ്ദത്തിലേറെ കുടുംബശ്രീയുടെ നേതൃത്വപരമായ പ്രവർത്തനങ്ങളുമായി പൊതുരംഗത്തുള്ള LDF സ്ഥാനാർത്ഥി ഷീന ആനന്ദ്, സാഹിത്യവും ബിസിനസ്സുമായി പൊതുപ്രവർത്തന രംഗത്തുള്ള NDA സ്ഥാനാർത്ഥി മുംതാസ് ചിഞ്ചു എന്നിവരാണ് പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി കണ്ണംകുളങ്ങര ഡിവിഷനിൽ മത്സരിക്കുന്നത്. നിലവിലെ പള്ളിക്കുളം കൗൺസിലറായ സിന്ധു ആൻഡോ ചാക്കോള 5 വർഷത്തെ സജീവമായ പ്രവർത്തന പരിചയവുമായി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സമ്മതിദായകരെ സമീപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ രണ്ടാം ഘട്ടം പൂർത്തിയാവുന്നു. ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. അത് പൂർത്തിയാകാറായിട്ടുണ്ട്. ഈ വാർഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഞാൻ ഡിവിഷൻ 35 പള്ളിക്കുളത്തിൻ്റെ കൗൺസിലറായിരുന്നു. അത് അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് തൊട്ടടുത്ത് കിടക്കുന്ന ഈ കണ്ണംകുളങ്ങരയിലേക്ക് പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ UDF കൗൺസിലർ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനി കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. ഞാൻ ജയിച്ചു വന്നാൽ അതിൻ്റെ ഉള്ള എല്ലാ പരിഹാരങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും, അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. കുടുംബശ്രീയുടെ നേതൃസ്ഥാനത്തെ പ്രവർത്തനങ്ങളുമായി പൊതുരംഗത്ത് സജീവമാണ് LDF സ്ഥാനാർത്ഥി ഷീന ആനന്ദ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ എല്ലാ വീട്ടിലും 2 റൗണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 3-4 പ്രാവശ്യം ചെന്ന വീടുകളും ഉണ്ട്. ഞങ്ങൾക്ക് 99% എല്ലാവരിലും എത്തിയിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണിപ്പോൾ. വാർഡിൻ്റെ വികസന സങ്കല്പം അതെങ്ങനെയാണ്? 10 വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നെങ്കിലും ഇവിടെ നമ്മുടെ ഡിവിഷനിൽ അതിൻ്റേതായ ഒരു വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. പൊതുവായിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും കുറച്ച് ന്യൂനതകൾ വന്നു ചേർന്നിട്ടുണ്ട്. 24 മണിക്കൂറും വെള്ളം കിട്ടുന്ന ഒരു സൗകര്യം ഈ കോർപ്പറേഷൻ്റെ പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും നമ്മുടെ കണ്ണംകുളങ്ങരയിൽ അങ്ങനെ ഒരു 1.5 നമുക്ക് വെള്ളം കിട്ടുന്ന പല സ്ഥലങ്ങളിലും. കുടിവെള്ളം വെളിച്ചും എല്ലാവർക്കും വേണമെന്നുള്ളതാണ് ഒരു വികസന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ വരികയാണെങ്കിൽ അതിനാണ് ആദ്യമായിട്ടൊരു ശ്രമം ഉണ്ടാവുക. 2 ചെറുകഥാ സമാഹാരങ്ങൾ രചിച്ച് സാഹിത്യരംഗത്തും പെറ്റ് ഗ്രൂമിംഗ് സെന്റർ ഉടമയായി ബിസിനസ് രംഗത്തും ഒരുപോലെ കഴിവ് തെളിയിച്ച മുംതാസ് ചിഞ്ചു 8 വർഷത്തിലേറെയായി BJP അംഗമായി പ്രവർത്തന രംഗത്ത് സജീവമാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പ്രചാരണമാണ്. ഷോർട്ട് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്രചാരണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം വീടുകളിൽ കയറിറങ്ങി? ഇപ്പോൾ എത്ര റൗണ്ട് പൂർത്തിയാക്കിയെന്ന് പറയല്ലേ? എൻ്റെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് പകുതിയായി. പിന്നെ ഇനി കൗൺസിലർ ആകുമ്പോഴുള്ള വികസന നമ്മുടെ അജണ്ട അല്ലെങ്കിൽ വികസന സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കണ്ണംകുളങ്ങരയ്ക്ക് സ്വന്തമായിട്ടൊരു ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ ഇപ്പോൾ റെൻറ്റിലാണ് അംഗനവാടി മന്ദിരം പ്രവർത്തിച്ചു വരുന്നത്. അത് മാറ്റി സ്വന്തമായിട്ടൊരു അംഗനവാടി. പിന്നെ ഇവിടെ കുടിവെള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡ് ആണെങ്കിൽ പോലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പദ്ധതികൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടണം. ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അവരിൽ നിന്ന് അറിയുക, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. തൃശ്ശൂർ നഗരത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡിവിഷനാണ് കണ്ണംകുളങ്ങര ഡിവിഷൻ. ഇവിടുത്തെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാവരും 2 ഘട്ടം പ്രചാരണ പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞു. കണ്ണംകുളങ്ങരയിൽ നിന്നും ക്യാമറാമാൻമാരായ റോയ്, ഷിബി എന്നിവർക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.